ഹലോ, വെൽക്കം ടു ദ നേഴ്സ് ക്യൂൻ യൂട്യൂബ് ചാനൽ. ഒരു ഇൻട്രോ എടുക്കാൻ വേണ്ടി നമ്മുടെ അടുത്തുള്ള ഒരു ചാലിയാർപ്പുഴയുടെ ഒരു പാലമുണ്ട്. പാലത്തിൻ്റെ അവിടെ വന്ന അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. എല്ലാവരും തന്നെ പഠിച്ച കാര്യങ്ങൾ മാക്സിമം റിപ്പീറ്റ് ചെയ്യുക, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അതുപോലെ പുതിയ കാര്യങ്ങൾ ഇനി ആഴത്തിൽ പഠിക്കേണ്ടതില്ല. അതാണ് ഇനി ചെയ്യേണ്ടത്. ഇനി നമ്മൾ ആഴത്തിൽ പഠിച്ച സമയം കളയണ്ട, റിപ്പീറ്റ് ചെയ്യുക. പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ESIക്ക് വേണ്ടി ഒരു ബുക്ക് ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട്. ESIക്ക് വേണ്ടി വന്നതാണ്. അപ്പോൾ ആ ബുക്കിൽ നമ്മുടെ പ്രീവിയസ് കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിച്ചിട്ട് കഴിഞ്ഞിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് കുറേ കൊടുത്തിട്ടുണ്ട്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇനി തരാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ ടെൻഷൻ ഇല്ലാതിരിക്കുക. അപ്പോൾ ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എക്സാമിന് പോകുമ്പോൾ രജിസ്റ്റർ നമ്പർ ബബിൾ ചെയ്യുമ്പോൾ തെറ്റാനുള്ള സാധ്യത ഉണ്ട്. എനിക്ക് ആദ്യത്തെ എക്സാമിന് അങ്ങനെ തെറ്റിയതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇനിയുള്ള സമയത്ത് ടെൻഷൻ ഇല്ലാതെ മെഡിറ്റേഷനൊക്കെ ചെയ്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ആഴത്തിലുള്ള പഠനം ഇനി ഒഴിവാക്കുക, പഠിച്ച കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിനി പ്രീവിയസ് ഇമ്പോർട്ടൻ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് എക്സാമിന് വേണ്ടി. ഇനിയും നമ്മൾ വീഡിയോയ്ക്ക് ഇങ്ങനെ വരാം. അപ്പം നമുക്ക് ഇന്നുള്ള ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഹലോ ഫ്രണ്ട്സ്, കേരള PSC ഓർ ESIC എക്സാമിന് വേണ്ടി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നോക്കാം. ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്ത് പോകാം. എല്ലാം തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിന്, നഴ്സിംഗ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പം എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് 20 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് മെഡിക്കേഷൻ ഓർഡർ ഈസ് ഇമ്മീഡിയറ്റ്ലി and once only administration? Options: PM order, start order, single order, standing order. Correct answer is start order. Start order is immediately and once only administration. പെട്ടെന്ന് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടതും അതുപോലെ ഒരു പ്രാവശ്യം അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുള്ള ഓർഡറാണ് സ്റ്റാർട്ട് ഓർഡർ എന്ന് പറയുന്നത്. Second question, while giving NG tube feeding, nasogastric tube feeding, which of the following nursing action prevents complications? Options: advance the tube 2 cm, flush with the 20 ml of air, provide high Fowler's position, plug the airway during feeding. Correct answer is provide high Fowler's position. So while giving NG tube feeding, we should place the patient in a high Fowler's position. High Fowler's positionil വെച്ചിട്ടാണ് നമ്മൾ ഫീഡ് ചെയ്യേണ്ടത്. ടു പ്രിവെന്റ് കോംപ്ലിക്കേഷൻ, ആസ്പിറേഷൻ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കുറയുകയാണ് ചെയ്യുന്നത്. So we can move to the third question. A nurse can decontaminate the HIV contaminated waste products with all the following except options: formaldehyde, glutaraldehyde, methanol, sodium hypochlorite. Correct answer is methanol. A nurse can decontaminate the HIV waste products with all formaldehyde, glutaraldehyde and sodium hypochlorite, but will not use methanol. Sodium hypochlorite usually നമ്മൾ HIV ഇൻഫെക്റ്റഡ് ബ്ലഡ് ആയിട്ടുള്ള ലിനനൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി സോഡിയം ഹൈപ്പോക്ലോറേറ്റ് സൊല്യൂഷൻ ആണ് ഉപയോഗിക്കുന്നത്. HIV കണ്ടാമിനേറ്റ് ആയിട്ടുള്ള ലിനനൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി സോഡിയം ഹൈപ്പോക്ലോറേറ്റ് സൊല്യൂഷൻ ആണ്. അതൊന്ന് ഓർത്ത് വെക്കുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കോംപ്ലിക്കേഷൻ ഓഫ് IV ഇൻഫ്യൂഷൻ ക്യാൻ കോസ് പൾമണറി എഡിമ ഓർ ഹാർട്ട് ഫെയിലിയർ? ഓപ്ഷൻസ്: ഇൻഫിൽട്രേഷൻ, സർക്കുലേറ്ററി ഓവർലോഡ്, ഇൻഫെക്ഷൻ, pyrogenic reaction. Correct answer is circulatory overload. So which complication of IV infusion can cause pulmonary edema or heart failure? That is circulatory overload. Can move to the fifth question. During perineal operations, patients are kept in options: recumbent position, lithotomy position, Trendelenburg position, Sims position. Correct answer is
lithotomy position. During perineal operations, patients are kept in lithotomy position. Next question. A farmer came in emergency room with blood pressure 80/60 mmHg and history of vomiting, symptoms indicating options: severe dehydration, mild dehydration, renal failure, anaphylactic shock. Correct answer is severe dehydration. So patient's BP is only 80/60 and there is history of vomiting. So we can suspect severe dehydration. So we can move to the next question. A low-pitched continuous gurgling sound caused by secretions in the large airways is called options: wheezes, rhonchi, coughing, stridor. Correct answer is rhonchi. A low-pitched continuous gurgling sound caused by secretions in the large airways is called rhonchi. ലോ പിച്ച് ആയിട്ടുള്ള കണ്ടിന്യൂസ് ഗർഗ്ലിംഗ് സൗണ്ട് ലാർജ് എയർവേസിൽ ഉണ്ടെങ്കിൽ അത് റോങ്കി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്യൂറിംഗ് ഫിസിക്കൽ എക്സാമിനേഷൻ ദ ക്ലൈൻസ് ബ്രീത്ത്സ് ഹാവിംഗ് എ ഫ്രൂട്ടി ഓർഡർ വുഡ് ഹെൽപ്പ് യു ടു സസ്പെക്ട് ഓപ്ഷൻസ്: ആൽബുമിനൂറിയ, അസിഡിറ്റി, proteinuria, ketoacidosis. Correct answer is ketoacidosis. During physical examination, the client's breaths having a fruity odor would help you to suspect ketoacidosis. So there will be a fruity odor in the patient's breath in case of ketoacidosis. So remember that. Next question. Which of the following services is responsible for central supply in the hospital? Options: pharmacy services, supported services, diagnostic services, therapeutic services. Correct answer is supported services. So supported services is responsible for central supply in the hospital. Next question. Nanda is a options: International Nursing Diagnosis Glossary of Items, Diagnostic Company, North American Nursing Diagnosis Association, Nursing Diagnosis List. Correct answer is North American Nursing Diagnosis Association. Nanda is a North American Nursing Diagnosis Association. Next question. The pain that develops within organ is called options: visceral pain, somatic pain, neuropathic pain, referred pain. Correct answer is visceral pain. The pain that develops within organ is called visceral pain. നമ്മുടെ ഓർഗനിൽ ഉള്ളിലുള്ള പെയിൻ ആണ് വിസറൽ പെയിൻ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻഡസ്റ്റൈനൽ പെയിന്, അതുപോലെ നമ്മുടെ ലിവർ അസോസിയേറ്റഡ് പെയിന്, അങ്ങനെയുള്ള ഓർഗനിലൊക്കെ ഉണ്ടാകുന്ന പെയിൻ ആണ് വിസറൽ പെയിൻ. സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ട്രീറ്റ്മെന്റ് ഓഫ് സിവിയർ ഡീഹൈഡ്രേഷൻ ഈസ് ഓപ്ഷൻസ്: സ്റ്റാർട്ട് കൊളോയിഡ്സ് ഇമ്മീഡിയറ്റ്ലി, സ്റ്റാർട്ട് ലിംഗർ ലാക്റ്റേറ്റ്സ് ഇമ്മീഡിയറ്റ്ലി, combination of 5% dextrose and RL, starts DNS immediately. Correct answer is start Ringer lactates immediately. Treatment of severe dehydration is start Ringer lactates immediately, or you can say it as RL. Next question. Complication in massive blood transfusion. Options: hypokalemia, hypernatremia, hyponatremia, hyperkalemia and hypocalcemia. Correct answer is hyperkalemia and hypocalcemia. Complications in massive blood transfusion, there is hyperkalemia and hypocalcemia. So there will be potassium increase in the case of massive blood transfusion. When large amount of blood is transferring
in a short period of time there will be chance of hyperkalemia. പൊട്ടാസ്യത്തിന്റെ അളവ് കൂടാനുള്ള ചാൻസും അതുപോലെ കാൽസ്യത്തിന്റെ അളവ് കുറയാനുള്ള ചാൻസും ഉണ്ട് മാസീവ് ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിൽ. അത് ഓർത്ത് വെച്ചേക്കുക. So we can move to the next question. Miss Amisha asked the nurse when she can start eating after surgery. What is the most appropriate response by the nurse? Options: you will have to ask the doctor, tell me about your appetite. You will likely start on clear fluids once bowel sounds can be heard. Need to consult dietitian about the most nutritious post-surgery meals. In these options, correct answer is you will need likely to start on clear fluids once bowel sounds can be heard. So this is the correct answer. നമ്മൾ പോസ്റ്റ് സർജിക്കൽ യൂണിറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഇത് വളരെ ഈസി ആയിട്ട് അറിയാം. കാരണം ഇമീഡിയറ്റ്ലി നമ്മൾ സർജറി റൂമിൽ നിന്ന് വരുന്ന GIയിലുള്ള പേഷ്യന്റിന്റെ ബവൽ സൗണ്ട് ചെക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അതിനുശേഷം മാത്രമേ നമ്മൾ ഓറൽ ഫ്ലൂയിഡ് സിപ്പ് ചെയ്തിട്ടുള്ള വാട്ടർ കൊടുക്കാറുള്ളൂ. സോ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ സർജറി ദ നേഴ്സ് ഷുഡ് ബി റെസ്പോൺസിബിൾ ടു ചെക്ക് ദ ബവൽ സൗണ്ട്സ് ഓഫ് ദ പേഷ്യന്റ്. ബവൽ സൗണ്ട് നമ്മൾ ചെക്ക് ചെയ്യണം. സോ അത് നിങ്ങൾ എക്സാമിന് വന്നാൽ അത് തെറ്റിക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് പൊസിഷൻ ഈസ് ഗിവൺ ടു എ ചൈൽഡ് ആഫ്റ്റർ ലംബർ പങ്ചർ? ഓപ്ഷൻസ്: supine with pillow, supine without pillow, sideline, prone. Correct answer is supine without pillow. The position after lumbar puncture is supine without pillow. നമ്മൾ യൂഷ്വലി പേഷ്യന്റിനോട് നീണ്ടു നിവർന്ന് ഒരു മണിക്കൂർ വരെ കിടക്കാൻ പറയാറുണ്ട്. സുപ്പൈൻ പൊസിഷനിൽ പില്ലോ ഒന്നും ഇല്ലാതെ നീണ്ടു നിവർന്ന് കിടക്കണം. ആ പൊസിഷനിൽ ദാറ്റ് ഈസ് ദ പൊസിഷൻ ആഫ്റ്റർ ലംബർ പങ്ചർ. So next question: when a pulse rate is irregular, it is best to count the options: apical pulse for 30 seconds, apical pulse for a full minute, radial pulse for 30 seconds, radial pulse for a full minute. Correct answer is apical pulse for a full minute. When a pulse rate is irregular, it is best to count the apical pulse for a full minute. അപ്പം പൾസ് റേറ്റ് ഇറഗുലർ ആണെങ്കിൽ അപ്പിക്കൽ പൾസ് റേറ്റ് നോക്കണം. സാധാരണ നമ്മുടെ 5th ഇന്റർകോസ്റ്റൽ സ്പേസിൽ ലെഫ്റ്റ് മിഡ് ക്ലാവിക്കുലർ ലൈനിലുള്ളതാണ് അപ്പിക്കൽ പൾസിന്റെ പൊസിഷൻ. അതാണ് 5th ഇന്റർകോസ്റ്റൽ സ്പേസ് ലെഫ്റ്റ് മിഡ് ക്ലാവിക്കുലർ ലൈൻ. ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 5th ഇന്റർകോസ്റ്റൽ സ്പേസ് ലെഫ്റ്റ് മിഡ് ക്ലാവിക്കുലർ ലൈനിലാണ് അപ്പിക്കൽ പൾസിന്റെ പൊസിഷൻ. സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A bedridden patient is having intact skin at the sacral region and the symptoms of warmness, pain and firm skin at the site. What is the stage of bedsore? Options: stage 2, stage 1, stage 4, stage 3. Correct answer is stage 1. A bedridden patient is having ഇൻഡാക്ട് സ്കിന്നും അതുപോലെ സിംറ്റംസ് വാംനെസ് അതുപോലെ പെയിനും ഒരു സ്കിൻ സൈറ്റിൽ ഉണ്ടെങ്കിൽ ദർ ബി ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ബെഡ് സോർ. ഒരു ചെറിയ ചൂടും ആ ഒരു നിറം മാറുന്നൊക്കെ ആണെങ്കിൽ സ്റ്റേജ് 1 ആണ്. അതൊന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഡിക്കേഷൻ ഓർഡേഴ്സ് ആർ എവരി അതർ ഡേ? ഓപ്ഷൻ: QD, QH, QOD, BID. Every other day ആണ്. കറക്റ്റ് ആൻസർ ഈസ് QOD. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഡിക്കേഷൻ ഓർഡേഴ്സ് ആർ എവരി അതർ ഡേ? QOD. QOD ഈസ് ദ കറക്റ്റ് ആൻസർ. ചിലപ്പോൾ തെറ്റി QD എന്നൊക്കെ ചിലർ എഴുതാറുണ്ട്. അത് അങ്ങനെയല്ല. കറക്റ്റ് ആൻസർ QOD ആണ്. ഓപ്ഷനിൽ QD ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതരുത്, QOD തന്നെ എഴുതണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഡിക്കേഷൻ ഓർഡേഴ്സ് ആർ എവരി അതർ ഡേ? ദാറ്റ് ഈസ് QOD. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: specific form of periodic breathing, waxing and waning of respiration is called options: hyperventilation, hypoventilation, Cheyne-Stokes respiration, orthopnea. Correct answer is Cheyne-Stokes respiration. Specific form of periodic breathing,
Waxing and waning of respiration is called Cheyne-Stokes respiration. Waxing and waning of respiration is called Cheyne-Stokes respiration. സാധാരണ ചോദിക്കാറുണ്ട്, ഓർത്ത് വെച്ചേക്കുക. Next question, which of the following electrolytes does insulin helps to move into the cells? Options: potassium, carbonates, chloride, bicarbonate. Correct answer is potassium. So potassium, that is electrolyte, helps insulin to move into the cells. Insulin സെൽസിന്റെ ഉള്ളിലേക്ക് മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഇലക്ട്രോലൈറ്റ് ആണ് പൊട്ടാസ്യം. സോ നമ്മുടെ ഇന്നത്തെ പ്രീവിയസ് 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനിയുള്ള ചില വീഡിയോകൾ നമ്മൾ എക്സാം വരെ പ്രീവിയസ് ഇമ്പോർട്ടന്റ് കോമ്പറ്റേറ്റീവ് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ എടുത്ത് ചെയ്യുന്ന വീഡിയോകളാണ്. വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണുക, അതുപോലെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, മാക്സിമം നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം.